എടാ പോപ്പട്ടെ, ഇതെങ്ങനെയുണ്ട്? എടാ പൊട്ടാ, ഇത് ചട്ടിയൊന്നുമല്ല, എന്റെ തലയാ, മനസ്സിലായോടാ? ഇത്ര ഉറപ്പുള്ള തലയോ? ഇങ്ങനെ ഒരു തലയുള്ളോണ്ട് ചേട്ടന് ഹെൽമെറ്റിന്റെ ആവശ്യം വരില്ല. വേണമെങ്കിൽ 20 രൂപ ഞങ്ങൾ എക്സ്ട്രാ തന്നേക്കാം. പക്ഷെ എനിക്ക് ഈ ബലമുള്ള കലം തന്നെ വേണം. ആ അത് പിന്നെ ഇവനോട് ക്ഷമിക്കും ചേട്ടാ. പിന്നെ ചേട്ടാ ഈ കലത്തിന് എത്രയാ? കാലത്തിനനുസരിച്ചുള്ള കോലമാണ്, നല്ല ബലമാണ്, നല്ല ഉറപ്പാണ്. ഇതിന് 400 രൂപയാണ്. 400 രൂപയെ? കുറച്ച് പൈസ കൂടി ഇട്ടാ ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങി വീട്ടിൽ വെക്കാമല്ലോ. അപ്പൊ പിന്നെ കിട്ടുന്ന പൈസ മുഴുവൻ ഫ്രീസറിലും വെക്കാം. ഇതിലും ഭേദം കൊള്ള പലിശയ്ക്ക് പണം കട കൊടുക്കുന്നതാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 400 രൂപയ്ക്ക് ഈ കടയിൽ എല്ലാ കലവും വന്നേക്കാം. മതിയോ? ഇത്രയും കുറഞ്ഞ വിലക്കോ? എല്ലാം നമുക്ക് തന്നെ വാങ്ങാല്ലേ? കന്നാ സാറിന് കിറ്റിക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. എന്നാ പിന്നെ വാ, എല്ലാ കലവും മേടിക്കാം. ഹണി ദേ ഇതൊന്ന് പിടിച്ചേ. ഹണി ഇതാ ഇതും കൂടെ പിടിക്കേ. ഈ കലമൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്നാരും പിടിക്കും? നിൽക്ക്, അത് ഞാൻ പിടിക്കാം. ജോർദാറേ, ബാക്കിയുള്ള കലങ്ങൾ പിടിക്ക്. പോപ്പട്ടെ, ബാക്കിയുള്ള കലങ്ങളൊക്കെ നീ പിടിച്ചോ. അയ്യോ അയ്യോ ഇനി പോവാം, ഭാഗ്യത്തിനൊന്നും പൊട്ടിയില്ല. ഞങ്ങളുടെ കലങ്ങളൊക്കെ പൊട്ടിച്ചു. നിക്കടാ അവിടെ, നിക്കടാ. നിക്കാനാ പറഞ്ഞേ. നീ കലം പൊട്ടിക്കോല്ലേ? ഇന്നാ പിടിച്ചോ. ഞാനിപ്പോ ജിമ്മിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ കേക്ക് തെറ്റിച്ചു അല്ലേ? എന്റെ ഡയറ്റിംഗ് നശിപ്പിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങോട്ടാ ഇവൻ ഓടുന്നേ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അയ്യോ, ഇവന് ഓട്ടം നിർത്തുന്നില്ല. 8 കാലുണ്ടവന്. 2 എണ്ണം നിർത്തിയാലും ബാക്കിയുള്ളതൊന്നും പെട്ടെന്ന് നിർത്തില്ലല്ലോ. ഇവൻ നമ്മളെ കണ്ടല്ല, വേറെ ആരെ കണ്ട് പേടിച്ചോടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ ആലോചിക്കുന്നത്. ഈ പോപ്പട്ടിനെ കണ്ട് ആര് പേടിച്ചോടാനാ? ഇവൻ അഥവാ ഒരു കൊതുകുതിരിയും കത്തിച്ചോണ്ട് നടന്നാൽ പോലും ആ കൊതുകുകൾ ഇവന്റെ പുറകെ കൂടി വന്ന് കൊത്തും. അപ്പൊ പിന്നെ പോപ്പട്ടിനെ കണ്ട് പേടിച്ചതായിരിക്കില്ല ഒരിക്കലും. എന്നെ രക്ഷിക്കണേ, എന്നെ ആർക്കും വിട്ടുകൊടുക്കല്ലേ. അതിന് നീ ഓടിക്കൊണ്ടിരിക്കല്ലേ? വിട്ടുകൊടുക്കാൻ നിന്നെ ഞങ്ങൾ പിടിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നെ നിങ്ങളൊന്ന് രക്ഷിക്കണം. എന്റെ പുറകെ ഒരു ക്രൂരനായ ഭീമാകാരനായ വളരെ ശക്തനായ ഒരു മൃഗം ഓടി വരുന്നുണ്ടായിരുന്നു. അതാരായിരുന്നു? ഇവൻ. ചിരിക്കരുത്. ഞാനിത് ആദ്യമായാണ് കടലിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. അന്നേരം തൊട്ട് ഈ ഭീമാകാരനായ മൃഗം എന്റെ പുറകെ ഉണ്ടായിരുന്നു. നീ പറയുന്ന ആ ഭീമാകാരനെ മൃഗമില്ലേ, അത് നീ തന്നെയാണ്. എടോ, അത് നിന്റെ നിഴലാണ്. ഇവനിവന്റെ നിഴലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നീലോ? ആ പേരിൽ എനിക്ക് ചേട്ടനോ അനിയനോ ആരുമില്ല. എടാ നീലല്ല, നിഴൽ. പിന്നെ നിഴലിനോടുള്ള ഇവരുടെ പേടി മാറ്റാൻ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതൊക്കെ മണ്ടത്തരമാണ്. നിഴല് കണ്ട ആരെങ്കിലും പേടിക്കൂ? എന്റെ അമ്മോ! അതെ, ഞാൻ സമ്മതിച്ചു. നിഴല് കണ്ട ആരായാലും പേടിക്കും. അതെ, പോവാം. നമുക്ക് വീട്ടിൽ പോയി ഇവൻ അല്പം ട്രെയിനിങ് കൊടുക്കാം. എന്റെ ഡയറ്റിംഗ് മുഴുവൻ നശിപ്പിച്ചത് യുവമാരാണ്. അതുകൊണ്ട് യുവമാരുടെ പ്ലാൻ ഞാൻ നശിപ്പിക്കും. നീ നിന്റെ കണ്ണുകൾ അടയ്ക്ക്. അപ്പൊ നിന്റെ നിഴല് കാണില്ല, നിനക്ക് പേടിയും തോന്നില്ല. ഓക്കെ. നിഴൽ മൃഗം ഇപ്പൊ എന്നെ പിടിച്ച് അടിച്ചു. അയ്യോ, അവൻ ഭയങ്കര ഭീകരനാണ്. അയ്യോ, ഓടിക്കോ. ഐഡിയ. ഇവനെ വീടിനകത്തേക്ക് കൊണ്ടുപോവാ. അവിടെ ഏതായാലും നിഴലുണ്ടാവില്ല.
നീനാളിക്കുട്ട, നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അല്ല, ഈ വീടെന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിഡ്ജും കൂളറും സോഫയൊക്കെ ഉള്ള സ്ഥലത്തിനെയാണ് വീടെന്ന് പറയുന്നത്. ഈ സോഫ എന്ന് ഫ്രിഡ്ജ് എന്ന് കൂളർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഓ, ഇതിന്റെയൊക്കെ അർത്ഥം ഇവൻ അറിഞ്ഞു വരുമ്പോഴേക്കും എന്റെ മുടിയുടെ പച്ച മാറി നരച്ചു തുടങ്ങിയിട്ടുണ്ടാവും. 8 കാലുണ്ടായിട്ട് എന്താ തലയ്ക്കകത്ത് ഒന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ ചെറുതായി കാണരുത്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ഞാനാ ഫസ്റ്റ്. കൊള്ളാലോ. അപ്പൊ എക്സാമിൽ നീയാണോ ഫസ്റ്റ്? എക്സാമിലല്ല, രാവിലെ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തുന്നത് ഞാനാ. അത് ശരി. ഈ നീരാളിക്കിട്ട് ഒരു പണി കൊടുത്തു കഴിഞ്ഞാ അത് യുവമാർക്കിട്ട് കൊടുത്ത പണി പോലെയാകും. എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആരാന്ന്. ആ. അയ്യോ, വീണ്ടും അവൻ. അല്ല, നീനാളിക്കുട്ട, ഒന്ന് നിക്ക്, നിൽക്കാതെ. ഓടല്ലേ, നിക്ക്. ഓ, ഓ. പറയുന്ന കേക്ക്, ഓടല്ലേ, പേടിക്കണ്ട. ഓ, ഓ. ഏ? ഐഡിയ. അവിടെ നിക്ക്. അയ്യോ, ഈ നിഴല് സംസാരിക്കുന്നുണ്ട്. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. നാല് ഭാഗത്തുനിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാ നിഴൽ 4 ഭാഗത്തുനിന്ന് കാണാൻ കഴിയും. ഞങ്ങള് പറയുന്ന കേക്ക്, നിനക്കൊന്നും പറ്റില്ല. ഓടല്ലേ, നിക്ക്. നിക്കാനാ പറഞ്ഞത്. ആ, ഞാൻ എന്റെ 4 കൂട്ടുകാരെ വിളിച്ചപ്പോ അതുപോലെ ആ നിഴല് 4 കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. എന്റെ പുറകെ വന്നവൻ എന്നെ വീണ്ടും പേടിപ്പിക്കുകയാണ്. കൊള്ളാം. എന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് ശരി. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ സണ്ണിയായിരുന്നല്ലേ? ഐഡിയ. കൂട്ടുകാരെ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇതിലൂടെ ആ നീരാളിയുടെ പേടിയൊക്കെ മാറുകയും ചെയ്യും, സണ്ണിയെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആഹാ, നല്ല അടിപൊളി പ്ലാൻ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുന്നു. നീ എന്താ സണ്ണി ഇവിടെ? അത് ഏയ് നീരാളിക്കുട്ട, നിഴല് വളരെ ദുർബലനാണ്. എന്താ നിനക്കത് കാണണോ? കാണണം. എന്നാ ദേ കണ്ടോ? ഒരൊറ്റയടിക്ക് നിഴല് ദൂരേക്ക് തെറിച്ചു പോയി. അപ്പൊ ശരിക്കും ഇവൻ ദുർബലൻ തന്നെയാണ്. നിഴലിന് തലകറക്കവും വരാറുണ്ട്. നിനക്ക് തെളിവ് വേണോ? ആ, അയ്യോ വേണ്ട. ഇന്നാ പിടിച്ചോ. നിഴലിന് മുറിവുകളും പറ്റാറുണ്ട്, അറിയോ? തെളിവ് വേണോ നിനക്ക്? വേണ്ട, തെളിവ് വേണ്ട. എനിക്കിനി വേണ്ട നല്ലൊരു ഡോക്ടറിനെയാണ്. അയ്യോ. നിഴലാകെ ഇടികൊണ്ട് ഇഞ്ചപ്പരുവത്തിലായല്ലോ. ഇവനെ ആയിരുന്നോ ഞാൻ ഇത്രയും നാള് പേടിച്ചിരുന്നത്? വളരെ മോശമായി പോയി. അയ്യോ, വല്ലാത്ത ഇടിയായി പോയി. അവന് മനസ്സിലായാലും ഇല്ലെങ്കിലും എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് മാപ്പ് തരണേ. എനിക്ക് മാപ്പ് തന്നെ വെറുതെ വിടണേ. അയ്യോ. ഇപ്പൊ നീ കണ്ടില്ലേ, നിഴലിനെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് ഞാനും എന്റെ നിഴലും ചങ്ങാതിമാരായിരിക്കും. എന്നാ ഞാൻ പൊക്കോട്ടെ. ബൈ.